വികസനത്തിന് പണം ഒരു പ്രശ്നമല്ലെന്നും സമർപ്പണവും കാര്യക്ഷമമായ നിർവഹണവുമാണ് പ്രധാനമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നഗരസഭാ കൗൺസിലർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ തിരുവനന്തപുരം നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയം പുറത്തു നിർത്തി നഗരത്തിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. നഗരസഭാ ഹാളിനുള്ളിൽ കയറിയാൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ജനനന്മയ്ക്കായി എന്തു ചെയ്യാൻ സാധിക്കുമെന്നതാണ് ഓരോ കൗൺസിലർമാരുടെയും മുമ്പിലുണ്ടാകേണ്ടതെന്ന് ഗവർണർ പറഞ്ഞു. എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതല്ല, എന്തിനാണ് തെരഞ്ഞെടുത്തത് എന്ന ചോദ്യമാണ് ഓരോ കൗൺസിലർമാരും സ്വയം ചോദിക്കേണ്ടത്. അതിന് ഉത്തരം കണ്ടെത്താനായാൽ അടുത്ത 5 വർഷം ജനനന്മയ്ക്കായി പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് ഗവർണർ പറഞ്ഞു. ലോക് ഭവനിൽ വിളിച്ചു ചേർത്ത കൗൺസിലർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ഗവർണർ. പോസിറ്റീവായ ചർച്ചകളാണ് യോഗത്തിൽ നടന്നതെന്ന് മേയർ വി രാജേഷ് പറഞ്ഞു. തിരുവനന്തപുരം വികസനത്തിന് ആവശ്യമായ സഹായം ഗവർണർ വാഗ്ദാനം നൽകിയതായും മേയർ വ്യക്തമാക്കി. വളരെ ഗൗരവമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷനായിരുന്നു നടന്നിരുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പരമാവധി ഒരു ഗവർണർ എന്നുള്ള നിലയ്ക്ക് ഏതൊക്കെ തരത്തിൽ ഇടപെടാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരുന്നു. പല കാര്യങ്ങളും അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. വരാൻ പോകുന്ന ദിവസങ്ങളിൽ അത് സമൂഹത്തിന് ബോധ്യപ്പെടും. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വികസന മുന്നേറ്റത്തിന് രാജ്ഭവനിൽ നടന്ന ഈ ചർച്ച വലിയൊരു തുടക്കം കുറിക്കും. മാത്രവുമല്ല, യോജിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലയിലും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ 100 കൗൺസിലർമാരും യോജിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു സന്ദേഹം തിരുവനന്തപുരത്ത് മാത്രമല്ല രാജ്യത്തിന് മുഴുവൻ നൽകുവാൻ വേണ്ടി ഈ കൂട്ടായ്മ സാധിച്ചു. വൈകിട്ട് 4 മണിക്ക് ലോക് ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ കൗൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തു. ചടങ്ങിൽ മേയർ വി രാജേഷ് ആമുഖ പ്രഭാഷണം നടത്തി. CPM പാർലമെന്ററി പാർട്ടി നേതാവ് SP ദീപക്, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് KS ശബരിനാഥൻ എന്നിവർ സംസാരിച്ചു. വിവിധ കൗൺസിലർമാർ തങ്ങളുടെ വികസന സങ്കല്പങ്ങൾ ഗവർണർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.